ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് മെന്റൽ ഓർ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്നതാണ്. മെന്റൽ ഓർ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു മാനസികമായിട്ടുള്ള അതല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയാണ് മെന്റൽ ഓർ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റലിജൻസ് വരും, മെമ്മറി വരും, പെർസെപ്ഷൻ വരും, ഇമാജിനേഷനും റീസണിങ്ങും വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അതൊരു കുട്ടിയെ സംബന്ധിച്ച് ഓവറോൾ ഡെവലപ്മെന്റ് ആണ് കുട്ടിക്ക് കിട്ടുന്നത്. ഇനി അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. തിങ്കിങ് എബിലിറ്റി, കുട്ടിയെ സംബന്ധിച്ച് തിങ്കിങ് എബിലിറ്റി വർദ്ധിക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നു കുട്ടി. അതുപോലെ തന്നെ മെമ്മറി, ഓർത്തു വെച്ചിട്ട് കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഓർത്തു വെച്ചിട്ട് കുട്ടി ഓർത്തു വെക്കാനും അത് പറയാനും കുട്ടി ശ്രമിക്കുന്നു. അതിൻ്റെ കഴിവ് കുട്ടിക്ക് വളരുന്നു. അതാണ് മെമ്മറൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് അറ്റൻഷനും കോൺസെൻട്രേഷനും ഉണ്ടാകുന്നുണ്ട്. ഓരോ കാര്യങ്ങളും നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ കുറച്ചു നേരം ശ്രദ്ധിക്കാനും അതനുസരിച്ചിട്ട് കുട്ടിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പറ്റുന്നുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ച് പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ് ഇതിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിക്ക് സ്വയം തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കുട്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതിൽ ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനും വരുന്നുണ്ട്. കുട്ടിയെ സംബന്ധിച്ച് പുതിയ വാക്കുകൾ കേൾക്കുകയും അതുപയോഗിച്ച് സെന്റൻസ് ഉണ്ടാക്കാനും ഒക്കെ കുട്ടി മനസ്സിലാക്കുന്ന ഒരു പ്രായം കൂടിയാണിത്. അതുപോലെ തന്നെ ഇവർക്ക് ഇമാജിനേഷനും ഇവർക്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും കുട്ടിയെ സംബന്ധിച്ച് കഴിയുന്നു. ഇപ്പോൾ നമുക്കറിയാം ഈ ഇമാജിനേഷനും അതല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ആൺകുട്ടികളെയൊക്കെ സംബന്ധിച്ചിട്ടാണെങ്കിൽ എന്തൊരു സാധനം കിട്ടിയാലും അവർ കാർ വെച്ച് കളിക്കുന്ന പോലെ അതല്ലെങ്കിൽ തോക്കായിട്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ ഒരു പെന്നോ പെൻസിലോ കിട്ടിയാൽ അവർ തോക്കാണെന്നുള്ള രീതിയിൽ ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് കാണാറുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ എന്തൊരു സാധനം അവര് ബാർബി അല്ലെങ്കിൽ ഒരു ഡോളായിട്ടാണ് അവർ ആ ഒരു സമയത്ത് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഇമാജിനേഷനാണ്. ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല അവരുടെ കയ്യിലിരിക്കുന്നത്, പക്ഷെ എന്ത് കിട്ടിയാലും അത് അവരിപ്പോ ടെഡിബെയറിനെ കിട്ടിയാലും അത് അവരുടെ ബേബി ആയിട്ടായിരിക്കും പെൺകുട്ടികൾ കൊണ്ടു നടക്കുന്നത്. അതേസമയം ആൺകുട്ടികളെ സംബന്ധിച്ച് എന്ത് കൈ കിട്ടിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ തോക്കായിട്ടോ അതല്ലെങ്കിൽ കാറോ അതിൽ എന്തെങ്കിലും വെഹിക്കിൾസിന്റെ ഏതെങ്കിലും ഒക്കെ മോഡലായിട്ടൊക്കെ ആയിരിക്കും കുട്ടി ഉള്ളിൽ ചിത്രീകരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഈ പറയുന്ന ഇമാജിനേഷനും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി. ഇനി ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ പ്രോസസ് ബൈ വിച്ച് എ ചൈൽഡ് ലേൺസ് ടു തിങ്ക്, റീസൺ ആൻഡ് യൂസ് ലാംഗ്വേജ് ഇഫക്റ്റീവ്ലി. അവിടെ എന്തൊക്കെയാണ് വരുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് കോഗ്നേറ്റീവ് സ്കിൽസ്, മെമ്മറി, പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റീസ്. ഇതിന്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിയാഷെറ്റിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം സ്റ്റേജസ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന് കുറച്ച് സ്റ്റേജസ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സെൻസറി മോട്ടോർ സ്റ്റേജ്. അത് 0 to 2 ഇയേഴ്സിലാണ് വരുന്നത്. അത്രേ വരെയാണ് വരുന്നത്. അവിടെ കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്? ലേണിംഗ് ത്രൂ സെൻസസ് ആൻഡ് ആക്ഷൻസ്. അവരുടെ പഠനം എന്ന് പറയുന്നത് സെൻസിലൂടെയും, അതായത് നമ്മൾ പറയുന്ന 5 സെൻസിലൂടെയും അതുപോലെ ആക്ഷൻസിലൂടെ ആയിരിക്കും. ഇനി പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 2 to 7 ഇയേഴ്സ് ആണ് വരുന്നത്. അവിടെ കൂടുതലും വരുന്നത് ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റും അതുപോലെ ഇമാജിനേഷനുമാണ്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അതൊരു 7 to 11 ഇയേഴ്സ് വരെയാണ് വരുന്നത്. ഈ ഒരു സമയത്താണ് കുട്ടി ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നതും അതുപോലെ കോൺക്രീറ്റ് ഇവന്റ്സിനെ പറ്റിയൊക്കെ കുട്ടി ലോജിക്കലി തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നത് ഈ ഒരു സമയത്താണ്. അതുപോലെ ഇനി വരുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അത് 11+ ഇയേഴ്സിലാണ് അത് വരുന്നത്. അവിടെയാണ് കുട്ടി ആഴത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഡീപ്പായിട്ട് കാര്യങ്ങളെ പറ്റി അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് അതുപോലെ ഹൈപ്പോത്തറ്റിക്കലി ആയിട്ടൊക്കെ ചിന്തിക്കാനും അതിനനുസരിച്ചിട്ട് തീരുമാനം എടുക്കാനും ശ്രമിക്കുന്ന ഒരു പ്രായമാണ് ഇത്. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ക്യൂരിയോസിറ്റി ആൻഡ് ഈഗർനെസ് ടു എക്സ്പ്ലോർ, ഗ്രോത്ത് ഇൻ മെമ്മറി ആൻഡ് ഇമാജിനേഷൻ, എബിലിറ്റി ടു സോൾവ് പ്രോബ്ലംസ് ആൻഡ് മേക്ക് ഡിസിഷൻസ്, ഡെവലപ്മെന്റ് ഓഫ് കൺസെപ്റ്റ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി ഇതിന്റെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് മെന്റൽ ഡെവലപ്മെന്റിന് കുട്ടിയെ സഹായിക്കുന്നത് നോക്കാം. ഹെറിഡിറ്ററി, കുറെ കാര്യങ്ങൾ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ. ജനറ്റിക് ഇന്റലിജൻസ് ആൻഡ് കോഗ്നിറ്റീവ് പൊട്ടൻഷ്യൽ, എൻവയോൺമെന്റ്, നമുക്കറിയാം ഫാമിലി, സ്കൂൾ ആൻഡ് സോഷ്യൽ സറൗണ്ടിങ്സ്, ഇതിനൊക്കെ കിട്ടുന്ന കുറെ കാര്യങ്ങൾ കുട്ടിയുടെ ഇന്റലക്ച്വൽ എബിലിറ്റി, മെന്റൽ എബിലിറ്റിയെ ഡെവലപ്പിലേക്ക് സഹായിക്കുന്നുണ്ട്. ന്യൂട്രീഷൻ,
പ്രോപ്പർ ബ്രെയിൻ ഡെവലപ്മെന്റ് നീഡ്സ് എ ബാലൻസ്ഡ് ഡയറ്റ്. കുട്ടിയെ സംബന്ധിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഒരു നല്ല രീതിയിലായിരിക്കും പോകുന്നത്. ഹെൽത്ത്, ഫിസിക്കൽ വെൽബീയിങ് സപ്പോർട്ട്സ് മെന്റൽ ഫങ്ഷൻസ്. എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റിമുലേഷൻ, ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലേണിംഗ് ആൻഡ് എക്സ്പ്ലോറേഷൻ കുട്ടിക്ക് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന പോലെ സോഷ്യോ ഇക്കണോമിക് കണ്ടീഷൻസും കുട്ടിയുടെ മെന്റൽ എബിലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ അതൊരു അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ബിൽഡ്സ് അക്കാഡമിക് പെർഫോമൻസ്, അക്കാഡമിക്കലി കുട്ടികൾക്ക് പെർഫോമൻസ് ഹൈ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്നു. ഇംപ്രൂവ്സ് പ്രോബ്ലംസ് സോൾവിങ് സ്കിൽ, അവരിപ്പോൾ പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായിട്ട് കാണുകയും സംസാരിക്കുകയും പലതരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പും ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാവും, അതായത് പല ഏജ് ഗ്രൂപ്പിലുള്ളവർ. അപ്പൊ അവരൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പല പ്രോബ്ലംസും ഉണ്ടാവും. അപ്പൊ ആ ഒരു പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ കുട്ടി സ്വയം പ്രാപ്തനാകുന്നു. എൻഹാൻസസ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇമാജിനേഷൻ, അവരുടെ ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും അവർക്ക് മെന്റൽ എബിലിറ്റിയുടെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു. പ്രിപ്പയേഴ്സ് ദ ചൈൽഡ് ഫോർ ഫ്യൂച്ചർ ചാലഞ്ചസ്, അതായത് മെന്റൽ എബിലിറ്റി വളരുന്നതോടൊപ്പം കുട്ടിക്ക് ഫ്യൂച്ചറിലുള്ള ചാലഞ്ചിനെയും നേരിടാനായിട്ട് സാധിക്കുന്നു. പ്രൊമോട്ട്സ് ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ഒരു ഓവറോൾ ഡെവലപ്മെന്റ് കുട്ടിയെ സംബന്ധിച്ച ഒരു ഓവറോൾ പേഴ്സണാലിറ്റി കുട്ടിയുടെ മെന്റൽ എബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് കുട്ടിയുടെ ഓവറോൾ പേഴ്സണാലിറ്റിയിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ മെന്റൽ എബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. എൻകറേജ് റീഡിങ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്, കുട്ടിയെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പുസ്തകങ്ങൾ വായിക്കാനും കഥകൾ വായിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് കുട്ടിയെ പ്രാപ്തരാക്കുക. പ്രൊവൈഡ് പസിൽസ്, ഗെയിംസ് ആൻഡ് ക്രിയേറ്റീവ് ടാസ്ക് ഒക്കെ കൊടുക്കുക. എൻഗേജ് ഇൻ ഇന്ററാക്റ്റീവ് ഡിസ്കഷൻസ്, കുട്ടിയായിട്ട് നമ്മൾ നല്ലൊരു ഇന്ററാക്റ്റീവ് ഡിസ്കഷൻസ് ഒക്കെ നടത്തുക. സപ്പോർട്ട് എക്സ്പ്ലോറേഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷൻ, അവരെ എന്താണ് എക്സ്പ്ലോർ ചെയ്യുന്നതിന് അതുപോലെ തന്നെ എക്സ്പെരിമെന്റേഷനും ഒക്കെ നമ്മൾ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുക. ഫോസ്റ്റർ എ സേഫ് ആൻഡ് ലവിങ് എൻവയോൺമെന്റ്, അതുപോലെ തന്നെ പ്രധാനമാണ് കുട്ടിക്ക് നല്ലൊരു എൻവയോൺമെന്റ്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു എൻവയോൺമെന്റും കൂടി കുട്ടിക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു സമ്മറൈസേഷൻ എന്ന് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മെന്റൽ ഓർ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ ലൈഫ് ലോങ്ങിലുള്ള ഒരു ഫൗണ്ടേഷൻ ആണ്. സപ്പോർട്ടീവ് എൻവയോൺമെന്റ്, സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റും അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസും അതനുസരിച്ചിട്ട് ബാലൻസ്ഡ് ഗ്രോത്തും ആണെങ്കിൽ എങ്ങനെയായിരിക്കും, ദാറ്റ് ലീഡ്സ് ടു വെൽ റൗണ്ടഡ് ഇന്റലിജൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെന്റൽ ഓർ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന ടോപ്പിക്കിൽ പറയുന്നത്. ഇതൊരു വലിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് അടുത്തടുത്തത് നമുക്ക് വരുന്നുണ്ട്. അതും നിങ്ങൾക്ക് അടുത്ത വോയിസ് ക്ലിപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓരോന്നും സെപ്പറേറ്റ് ആയിരിക്കും നമ്മൾ ഇടുന്നത്. നേരത്തേക്ക് വന്ന ചാപ്റ്റേഴ്സ് ഒക്കെ അതായത് ഓരോ വീഡിയോ ക്ലിപ്പിൽ മാത്രം ഒതുക്കുന്നതായിരുന്നു. പക്ഷെ ഇതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഇനി ചെറിയ ചെറിയ ടോപ്പിക്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.